പെട്രോൾ തികയുമോ? പൈസ ഉണ്ടോ? നമുക്ക് ഈ ബൈക്ക് വിൽക്കാം, ബസ്സിൽ യാത്ര ചെയ്യാം. ഈ ബൈക്ക് എനിക്ക് എന്റെ അമ്മ വാങ്ങിച്ചു തന്നാണ്. അപ്പൊ പിന്നെ പൈസ അച്ഛൻ്റെതല്ലേ, അതുകൊണ്ട് ഇത് വിൽക്കാൻ അച്ഛന്റെ അനുവാദം വേണം. തന്നെയല്ല, നിന്നെ എന്റെ പുറകെ വെച്ചോണ്ട് യാത്ര ചെയ്യാനുള്ള കൊതി ഇന്നും എനിക്ക് തീർന്നില്ല. കൊതി തീരൂല, പൈസ തീരും. പൈസ എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ വരട്ടെ? ഓക്കെ. അതിൽ നിന്നും അവളെ ഒന്ന് പിന്തിരിപ്പിക്കണമല്ലോ. എന്താ ഒരു മാർഗം? ആണ്ടി, എന്നെ ഒന്ന് സഹായിക്കണം. ആ പട്ടിയെ അങ്ങ് കൊല്ലണം. അയ്യോ, അതെങ്ങനെ? എലിവിഷം കൊടുക്കണം. അതിനവൾ പട്ടിയെ കയ്യിൽ നിന്ന് താഴത്ത് വച്ചിട്ട് വേണ്ടേ? ഞാനൊരു മാർഗം പറഞ്ഞുതരാം. പട്ടിയെ നമ്മൾ ദേവസഹായം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. എന്നാൽ ദേവസഹായം സഹായിക്കും. എന്ത് പറഞ്ഞു കൊണ്ടുപോകും? പൂമ്പോന്ന് വിളിച്ചോണ്ട് പോണം. എടാ മടയാ, വടക്ക് നോക്കി യന്ത്രം എന്റെ ഇരിപ്പുണ്ട്. ഓരോരുടെ ചോറ് വെക്കണം, അതിനകത്ത് വടക്ക് നോക്കി യന്ത്രം വെക്കണം. അതിന്റെ പുറത്തൊരു കഷ്ണം മീൻ വെച്ച് പട്ടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അതങ്ങ് തിന്നും. ബാക്കി കാര്യം നീ നോക്കിച്ചോണം. അയ്യോ, ദേവസായം ഡോക്ടർ വയറ് കീറും, പട്ടിച്ചാവും. അയ്യോ, താങ്ക്സ് ആൻഡിഗൻ. അയ്യോ, താങ്ക്സ്. ഈ രാവിലെ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ മോട്ടോർ ബൈക്ക് വിറ്റ് കളയാം. രാജു രാവിലെ പറഞ്ഞാണ് ശരി. അത് വിൽക്കണ്ട. ഇല്ല, ഞാൻ വിൽക്കും. അതിനിപ്പോ നിന്റെ അനുവാദം വേണം. എന്റെ അനുവാദം വേണ്ട. ആമ്പാടി രാജശേഖരൻ തമ്പിയുടെ അനുവാദം വേണ്ടേ? ഞാനല്ലാതെ രാജുവിനുള്ളതെല്ലാം ആമ്പാടി രാജശേഖരൻ തമ്പിയുടേതല്ലേ? യെസ്, ഞാൻ അമ്പാടി രാജശേഖരൻ തമ്പിയുടെ മകനാണ്. പണക്കാരനായ അച്ഛന്റെ മകൻ. അത് മറിഞ്ഞിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചത്, എന്റെ ഭാര്യയായത്? ടിക്രൂസിന്റെ മകളായ എലിസബത്തെ. അതെ. ആമ്പാടി ആമ്പാടി എന്ന് മേലാൽ പറയരുത്. എന്താ, അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നോടോ? രാജു, നമ്മളിപ്പോ എന്താ ചെയ്യുന്നറിയാമോ? നമ്മൾ വഴക്കു കൂടുകയാണ്. അതെയല്ലോ, നമ്മൾ എന്തിനാ വഴക്ക് കൂടുന്നത്? രാജുവിന് ഉദ്യോഗവും ശമ്പളവും കിട്ടുന്നത് വരെ എന്റെ ശമ്പളം കൊണ്ട് നമ്മൾ സന്തോഷമായി ജീവിക്കും. എന്നിട്ട്